നമസ്കാരം. വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. തലമുടിയിൽ ഒരു നര കാണുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും നല്ല ടെൻഷനാണ്. അയ്യോ, പ്രായം ഇത്രയായോ എന്ന് പോലും പലരും ചിന്തിക്കാറുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് തലമുടിയിലെ നര. പല കാരണങ്ങൾ കൊണ്ടാണ് മുടി നരയ്ക്കുന്നത്. പാരമ്പര്യമാവാം, അതല്ലെങ്കിൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം മുടിയിലെ നരയ്ക്ക് ഒരു പരിധിവരെ കാരണം ആവാറുണ്ട്. ചിലരൊക്കെയാണെങ്കിൽ മുടിയിലെ നര കളറൊക്കെ ചെയ്ത് മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലർക്കാണെങ്കിൽ കറുപ്പ് നിറം തന്നെ ഇഷ്ടമുള്ളവരായതുകൊണ്ട് അവർ മുടി കളർ ചെയ്യാനൊന്നും അങ്ങനെ മെനക്കെടാറുമില്ല. പിന്നെ മുടിയിൽ ഹെന്ന ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പാർശ്വഫലങ്ങളില്ലാതെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന പല പരിഹാര മാർഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവയോടായിരിക്കും മറ്റു ചിലർക്കൊക്കെ കമ്പം. ഇനി മറ്റു ചിലരാവട്ടെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മെനക്കെടാനിട്ട് തയ്യാറാകുകയില്ല. അങ്ങനെയുള്ളവരാണ് കെമിക്കൽ ഡൈയുടെയൊക്കെ പുറകെ പോകുന്നത്. പക്ഷേ അതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഇന്ന് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പേരയില വെച്ചിട്ട്. അപ്പോൾ പേരയിലയുടെ ഒത്തിരി മൂക്കാത്ത ഇതേപോലുള്ള തളിര് ഇലകളാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു പിടിയോളം തുളസി ഇലയാണ്. കാരണം ജലദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുളസി ഇലയും കൂടെ ചേർക്കുന്നത്. നമുക്ക് ഈ പേരയില മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം, മുടി വളരാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള വഴികളൊന്നും അത്ര ഫലം ചെയ്യണമെന്നില്ല. തികച്ചും സ്വാഭാവികമായിട്ടുള്ള വഴികൾ മാത്രമേ നമുക്ക് എന്തായാലും പ്രയോജനപ്പെടൂ. കൃത്രിമമായിട്ടുള്ള മാർഗങ്ങളുടെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടെ പൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പേരയിലയിൽ വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേരയില നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ചർമ്മത്തിനും എല്ലാം ഒരുപോലെ വളരെ നല്ലതാണ്. ഇനി തുളസിയില എടുത്തിട്ട് അതിൻ്റെ ഇല ഓരോന്നായിട്ട് നമുക്കൊന്ന് അടർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റെം വേണ്ട. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നത് തേയില വെള്ളമാണ് കേട്ടോ. അപ്പം നല്ല കട്ടിക്ക് തേയില വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടേക്ക് കേട്ടോ. ഞാനിതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേയില തിളപ്പിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസും കൂടി എടുക്കണം. അപ്പം എപ്പോഴും നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ മാത്രമേ ഇത് ഉണ്ടാക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഞാനിതൊന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ജ്യൂസാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഈ പേരയിലയും തുളസിയിലയും അരച്ച ആ ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ജ്യൂസിലേക്ക് നമുക്ക് മൈലാഞ്ചിപ്പൊടി 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നെല്ലിക്കാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെല്ലിക്കാപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും നന്നായിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം തേയില വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു രാത്രി ഒന്ന് വെച്ചിരിക്കാം. അതിനുശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് വേണം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചതുകൊണ്ട് ആ ഒരു ഇരുമ്പിൻ്റെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും മുടിയിൽ തേക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുടിയുടെ അഴുക്കും ചെളിയും എല്ലാം കളയണം. അതുപോലെ എണ്ണമയം ഉണ്ടെങ്കിൽ എണ്ണമയം ഒക്കെ നല്ലതുപോലെ കഴുകി കളയണം. എണ്ണമയം ഉള്ള മുടിയിൽ നമ്മൾ ഈ കളർ ചെയ്താൽ ഏക്കത്തില്ല. അതുകൊണ്ടാണ് നല്ല ക്ലീൻ ആയിരിക്കണം മുടി. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ലതുപോലെ നരയുള്ള മുടിയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ മൈലാഞ്ചിപ്പൊടി ഈ നരയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മുടിയിൽ മുഴുവനായിട്ട് നിങ്ങൾ എങ്ങനെയാണോ തേക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിക്ക് നന്നായിട്ട് ഇതുപോലൊരു ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആകപ്പാടെ കളറായി പോകും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വേര് മുതൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം
കഴിയുമ്പം അവിടെ ഇവിടെയായിട്ട് പല മുടിയിലും കളർ ആവാതെയിരിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഇത് മുടിയിൽ വെക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ മുടി നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ ആ വൈറ്റ് കളറിൽ ഇരുന്ന മുടിയെല്ലാം ഇപ്പം റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു നരച്ച മുടികളെല്ലാം തന്നെ ആ ഒരു കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള മുടിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഇതുപോലെ ചെറിയൊരു ബൗളെടുക്കുക, അതിലേക്ക് നീലയാമരി പൊടി ചേർത്ത് കൊടുക്കണം. 2.5 ടീസ്പൂൺ അളവിൽ നീലയാമരിപ്പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അത്രയും നീലയാമരിപ്പൊടി എടുക്കാവുന്നതാണ്. നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കട്ടകളെല്ലാം ഉടച്ച് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഓവറായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നീലയാമരി നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം തലയോട്ടിയിലും തലമുടിയിലും എല്ലാമായിട്ട് നന്നായിട്ട് നമുക്ക് ഈ നീലയാമരി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പം ഏതെങ്കിലും ഒരു മുടിയിൽ നമ്മൾ ഇത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിക്ക് നന്നായിട്ട് നമുക്കിത് മുടിയിഴകളിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഗ്രീൻ കളറാണ്. ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് തലയിൽ ഇരുന്ന് നന്നായിട്ട് ഇതൊന്ന് പിടിച്ചു വരണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ആ ഒരു കളറാണ് നമ്മുടെ മുടിയിൽ പറ്റിപ്പിടിക്കുന്നത്. അതായത് നമ്മൾ വൈറ്റ് കളർ മുടിയെ നമ്മൾ ഹെന്നയൊക്കെ ചെയ്ത് നന്നായിട്ടതൊരു റെഡ് കളർ ആകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ നീലയാമരി അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആ കളറിലേക്കാണ് ഈ നീലയാമരിയുടെ കളറ് ശരിക്കും പറഞ്ഞാൽ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മുടിക്ക് ഒരു കറുത്ത നിറം ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ നമുക്കിതിങ്ങനെ വെച്ചിരിക്കാം. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച് വേണം ഇത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഷാമ്പൂ ഒന്നും നമ്മളിപ്പം അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കല്ല്. അതിന് പകരമായിട്ട് ധാരാളം വെള്ളം ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി കളയുകയാണ് ചെയ്യുന്നത്. 2 മണിക്കൂർ ആയപ്പോഴേക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ ആ ഒരു കളറിൽ വന്ന മാറ്റം കണ്ടോ. ഇപ്പം ഏകദേശം നല്ലതുപോലെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് ഉണങ്ങിയ ശേഷം ഇനി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടിപ്പോൾ ആ ഒരു ഗ്രീൻ കളറെല്ലാം മാറിയിട്ട് ഏകദേശം നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഞാനിപ്പോൾ മുടിയൊന്ന് കഴുകി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വൈറ്റ് കളറുള്ള ഹെയർ എല്ലാം തന്നെ ബ്ലാക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. അപ്പം നമ്മൾ ഇനി കെമിക്കലുകളുടെ പിന്നാലെ പോകാതെ കണ്ട് നാച്ചുറലായിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെയുള്ള ഇതുപോലുള്ള ഡൈകളൊക്കെ നമ്മൾ റെഡിയാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് കെമിക്കലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപാട് ദോഷവശങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിളും ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.